ഹായ് നമസ്കാരം. പ്രകൃതി മൈതാനിലാണ് നിൽക്കുന്നത്. വേൾഡ് ബുക്ക് ഫെയർ കാണാൻ വന്നിരിക്കുക. അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. കയറി ചെല്ലുമ്പോൾ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതിൽ ഭാരത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് കാണാം. ഒരുപാട് പ്രത്യേകതയുള്ള ബുക്ക് ഫെയർ ആണ് 2026 ഇക്കൊല്ലം പ്രവേശനം സൗജന്യമായിട്ടാണ് നടത്തുന്നത്. എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് നടത്തുന്നത്. റിസപ്ഷനിൽ 3 പതാകകൾ കാണാം. ഖത്തർ അത് ഗസ്റ്റ് കൺട്രിയാണ്. പിന്നെ സ്പെയിൻ ആണുള്ളത്, അത് ഫോക്കസ് കൺട്രിയാണ്. പിന്നെ നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ പതാകയും കാണാം. അടുത്തൊരു പ്രത്യേകത, ഇന്ത്യൻ ആർമിയുടെ കുറേ മോഡലുകളാണ് പിന്നെ അവിടെ ഉള്ളത്. ഇന്ത്യൻ ആർമി വിജയാഹ്ലാദത്തിൽ നിൽക്കുന്ന അടുത്തൊരു മോഡലാണിത്. പിന്നെ കാണാൻ സാധിക്കുന്നത് ശ്രീ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു ചിത്രമാണ്. അത് പേപ്പർ കൊണ്ടും അതുപോലെ ബുക്ക് കൊണ്ടും ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ബുക്ക് ഫെയറിൽ പങ്കാളികളാകുന്ന രാജ്യങ്ങളുടെ കൊടികൾ കൂടി അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് നേരെ ഹാളിലേക്ക് പ്രവേശിച്ചു. 5 ഹാളുകളിലായിട്ടാണ് ഈ ബുക്ക് ഫെയർ നടക്കുന്നത്. രാവിലെ 11 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവേശനം ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 6 മണിക്കാണ് ഞാൻ എത്തിയത്. ഒരുപാട് ലേറ്റായി. ഈ കാണുന്നത് പ്രകാശ് ബുക്കിൻ്റെ ഒരു സ്റ്റാളാണ്. ഇംഗ്ലീഷ് ബുക്കുകളും ഹിന്ദി ബുക്കുകളും അതുപോലെ ചിൽഡ്രൻ ബുക്കുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ബുക്ക് കളക്ഷനുള്ള സ്റ്റാൾ തന്നെയാണ് ഇത്. സ്റ്റോളിൽ കുറഞ്ഞ തിരക്കാണ് കാണാൻ സാധിക്കുന്നത്. തരുൺ ചോപ്രയുടെ ഒരു ബുക്കാണ് ഈ കാണുന്നത്. ദ സോൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിൽ തരുൺ ചോപ്ര എടുത്ത ഫോട്ടോ ആണ് ഈ കാണുന്നത്. സ്റ്റോളുകൾ പല രീതിയിലായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റോളാണിത്. പിന്നൊരു പ്രത്യേകത തോന്നിയത് ഈ ഒരു സ്റ്റോളാണ്. നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് സമാനമായിട്ടുള്ള ഒരു സൈറ്റാണ്. ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും ആ ഒരു നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. ഇതാണ് ഹോം പേജ് വരുന്നത്. ഹോം പേജിൽ സ്കൂൾ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, കരിയർ ഡെവലപ്മെൻറ്റ്, കൾച്ചറിനെ കുറിച്ചിട്ട്, ന്യൂസ് പേപ്പറിനെ കുറിച്ചിട്ട്, അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളാണ് ഈ സൈറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. JEE അഡ്വാൻസിൻ്റെ 2020 പേപ്പർ ഒന്ന് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും അതുപോലെ അതിൻ്റെ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. ചില പോരായ്മകളൊക്കെ ഉണ്ട്. അപ്ഡേറ്റഡ് വേർഷനായിട്ടുള്ള ബുക്കുകളൊന്നുമല്ല ഉള്ളത്. എന്നാലും ക്വസ്റ്റ്യൻ പേപ്പറുകളും നോട്ട്സും ഒക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ഈ സൈറ്റിൽ പോയാൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഓതേഴ്സ് കോർണറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റോളാണ്. ഒരു വലിയ സ്റ്റോള് ചെറിയ സ്റ്റോളുകളാക്കിയിട്ട് പല വിഭാഗങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്. സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി, നളന്ദ, കൾച്ചർ റിസോഴ്സ് ഓഫ് ട്രെയിനിങ്, കൊൽക്കത്തയിലെ ഇന്ത്യൻ മ്യൂസിയം, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, അങ്ങനെ പല വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിച്ചിട്ടുള്ള 22 ലാംഗ്വേജിലുള്ള ബുക്കുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ മലയാളവും ഇവിടെ കാണാൻ സാധിക്കും. രാജ് കോമിക്സിൻ്റെ ഒരു സ്റ്റോളാണിത്. എല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്കുകളാണ് ഇതിലുള്ളത്. കളറിംഗ് ബുക്ക്, പിക്ചർ ബുക്ക്, സ്റ്റോറി ബുക്ക്, പോയം ബുക്ക് എന്നിവയെല്ലാം ഈ സ്റ്റോളിലുണ്ട്. കയറി വരുമ്പോൾ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നമ്മളൊരു പിക്ചർ കണ്ടു. ഇപ്പോൾ ഇതാ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ സ്റ്റോള്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150ാം ജന്മവാർഷികമാണ്. അദ്ദേഹം ജനിച്ചതു മുതൽ മരിക്കുന്നത് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പബ്ലിക് സർവീസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ദണ്ഡി യാത്രയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അദ്ദേഹത്തിൻ്റെ പങ്കിനെ കുറിച്ചിട്ടുള്ള വിവരണവും നൽകിയിട്ടുണ്ട്. ഒരു സ്റ്റോളിനെ അലങ്കരിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്.
പാർലമെന്ററി പബ്ലിക്കേഷൻസിൻ്റെ ഒരു സ്റ്റോളാണിത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു സ്റ്റോളാണിത്. പതിവ് പോലെ എല്ലാ ബുക്ക് ഫെയറുകൾക്കും ഈ ഒരു പബ്ലിക്കേഷന് സ്റ്റോൾ ഉണ്ടായിരിക്കും. ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും ചെലവഴിക്കാനുണ്ട്. കയറി വരുമ്പോൾ ആർമിയുടെ മോഡലുകൾ നമ്മൾ കണ്ടു. ഇന്ത്യൻ സൈനിക ചരിത്രം, ധീരതയും വിവേകവും അറ്റ് 75 എന്നതാണ് ഈ വർഷത്തെ ബുക്ക് ഫെയറിൻ്റെ തീം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 75 വർഷത്തെ സൈനിക ചരിത്രത്തെയും സൈനികരുടെ ത്യാഗത്തെയും ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വർഷത്തെ തീമാക്കിയത്. ഇന്ത്യൻ ആർമിയുടെ VR ഷോ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അർജുൻ ടാങ്കിൻ്റെയും INS വിക്രാന്തിൻ്റെയും തേജസ് വിമാനത്തിൻ്റെയും മോഡലുകൾ കൂടി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ കാർഗിൽ വാറിൻ്റെ ഒരു മോഡലാണ്. 21 പരംവീര ചക്ര ലഭിച്ച സൈനികരാണ് ഈ കാണുന്നത്. അവരുടെ ഫോട്ടോയുടെ താഴെയായിട്ട് ബർത്ത് ഡേറ്റും ഡെത്ത് ഡേറ്റും അതുപോലെ അവരെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ സ്റ്റോറിയുമാണ് കൊടുത്തിട്ടുള്ളത്. ആർമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചില സൈനികരുടെ അനുഭവങ്ങൾ കൂടി പറയുന്നതിന് വേണ്ടി ഒരു വേദി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇതാണ് ഖത്തറിൻ്റെ പവലിയൻ. അതിഥി രാജ്യമായതുകൊണ്ട് തന്നെ ഹാളിൻ്റെ നടുക്കായിട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഫെയറിൻ്റെ ഔദ്യോഗിക പങ്കാളിയെ പോലെയാണ് ഈ രാജ്യത്തെ പരിഗണിക്കുന്നത്. ബാക്കിയുള്ള പവലിയൻ പോലെ പുസ്തക പ്രദർശനം മാത്രമല്ല ഈ പവലിയനിലുള്ളത്. അവരുടെ കലകളെക്കുറിച്ചിട്ടും സിനിമകളെക്കുറിച്ചിട്ടും സംഗീതത്തിനെ കുറിച്ചിട്ടും ഭക്ഷണത്തിനെ കുറിച്ചിട്ടും ഈ പവലിയനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. താഴെ കാണുന്ന സ്ക്രീനിൽ ആർക്ക് വേണമെങ്കിലും കവിത രചിക്കാൻ സാധിക്കും. ആദ്യം ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. ഇങ്ങനെ കുറേ വേർഡ്സ് വരും. ആ വേർഡ്സിൽ ഒന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ആദ്യം ജസ്റ്റിസ് ആണ് സെലക്ട് ചെയ്തത്. അതുകഴിഞ്ഞ് അടുത്ത പേജിലും ഇതുപോലെ കുറേ വാക്കുകൾ വരും. നമ്മൾ ജീവിക്കുന്ന എർത്തിനെയാണ് സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പേജിൽ വരും കറേജ്. ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ സെലക്ട് ചെയ്ത 3 വേർഡുകൾ ജസ്റ്റിസ്, എർത്ത്, കറേജ്. ഈ പോയം ഉണ്ടാക്കുന്നത് AI ആണ്. ഇതാ ഞാൻ സെലക്ട് ചെയ്ത വേർഡുകൾ കൊണ്ട് ഉണ്ടാക്കിയ പോയമാണ് ഈ കാണുന്നത്. അറബിയിലും ഇംഗ്ലീഷിലുമാണ് പോയം നമുക്ക് കാണാൻ സാധിക്കുക. ബാക്കിയുള്ള രാജ്യങ്ങൾ പങ്കെടുക്കുന്ന പോലെയല്ല. ഖത്തറിൻ്റെ പ്രമുഖ എഴുത്തുകാരും കവികളും കലാകാരന്മാരും നേരിട്ട് ഈ ബുക്ക് ഫെയറിൽ പങ്കെടുക്കുകയും അതുപോലെ സംവദിക്കുകയും ചെയ്യും. ഖത്തറിൻ്റെ തനിമയോട് കൂടിയ സ്പൈസസുകൾ ഇട്ടിട്ടുള്ള ഒരു കോഫിയാണ് ഇദ്ദേഹം ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുന്നത്. സ്പൈസസ് ഇട്ടത് കൊണ്ട് തന്നെ എരിവൊന്നുമില്ല ഈ കോഫിക്ക്. നമ്മുടെ ഇവിടുത്തെ പോലത്തെ കോഫിപ്പൊടി പോലും ചേർത്തിട്ടില്ല തോന്നുന്നു. പക്ഷെ കോഫി നല്ല രുചിയുള്ളതായിരുന്നു. ഈ കാണുന്നത് സ്പെയിനിൻ്റെ പവലിയനാണ്. സ്പെയിനാണ് ഈ ബുക്ക് ഫെയറിൻ്റെ ഫോക്കസ് രാജ്യം. ഒരു പ്രത്യേക മേഖലയിലോ വിഭാഗത്തിലോ ഉള്ള ആ രാജ്യത്തിൻ്റെ മികവ് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദവി നൽകുന്നത്. സ്പെയിനിൻ്റെ സമകാലിക സാഹിത്യം, പുസ്തക വിവർത്തനങ്ങൾ, പകർപ്പവകാശം എന്നിവയ്ക്കാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. സ്പെയിനിൻ്റെ പവലിയന് എടുത്തായിട്ട് തന്നെ ഫ്രാൻസിൻ്റെ പവലിയൻ കാണാം. ഈ ബുക്ക് ഫെയറിൽ വ്യത്യസ്തമായ ഒരു പവലിയൻ കണ്ടത് ഫ്രാൻസിൻ്റേതാണ്. 35ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരുടെ ബുക്കുകളാണ് ഈ ബുക്ക് ഫെയറിൽ ഉള്ളത്. ഏഷ്യൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരുടെ ബുക്കുകൾ ഈ ബുക്ക് ഫെയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ കണ്ട പതാകകളെല്ലാം ഈ ബുക്ക് ഫെയറിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ പതാകകളാണ്. ഏറ്റവും കൂടുതൽ ഏഷ്യൻ രാജ്യങ്ങളാണ് ഈ ബുക്ക് ഫെയറിൽ പങ്കെടുക്കുന്നത്. ഡൽഹി പ്രസ് പത്ര, ഗംഗാറാം ഹോസ്പിറ്റൽ, അതുപോലെ ദ ഹിന്ദുവിൻ്റെയൊക്കെ സ്റ്റാളുകൾ ഈ ബുക്ക് ഫെയറിലുണ്ട്. എല്ലാ ബുക്ക് ഫെയർ പോലെ ഹാരി പോട്ടറിൻ്റെ ഫുൾ വോളിയവും ഇവിടെ കാണാം. സെൻസസ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റോൾ കൂടി ഇവിടെ ഉണ്ട്. 2011 ലാസ്റ്റ് സെൻസസ് നടന്നതുവരെയുള്ള ഡീറ്റെയിൽസ് അവിടെയുണ്ട്. എല്ലാ മതങ്ങളുടെയും ബുക്കുകൾ വിൽക്കുന്നതിന് വേണ്ടി പ്രത്യേകം സ്റ്റാളുകൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അക്കാഡമിക് ബുക്കുകൾ, പ്രൊഫഷണൽ ബുക്കുകൾ, കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ബുക്കുകളെല്ലാം വിൽക്കുന്നതിന് വേണ്ടി പ്രത്യേകം സ്റ്റാളുകളുണ്ട്. ഓരോ സംസ്ഥാനങ്ങളുടെയും സാന്നിധ്യം അറിയിക്കുന്നതിന് വേണ്ടിയും അവരുടെ ഭാഷയിലുള്ള ബുക്കുകൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ടും പ്രത്യേകം സ്റ്റാളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാൾ നമ്പർ 2 സംസ്ഥാനങ്ങളുടെ സ്റ്റാളുകൾ ഉള്ളത്.
കേരളത്തിൻ്റെ സ്റ്റാൾ അന്വേഷിച്ച് കുറച്ചു നേരം നടന്നെങ്കിലും ഒരു സ്റ്റാൾ നമുക്ക് കാണാൻ സാധിച്ചു. അത് നമ്മുടെ DC ബുക്കിൻ്റെ സ്റ്റാളാണ് കണ്ടത്. ഈ കാണുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് പ്രിൻറ്റഡ് ബുക്കാണ്. ഒറിജിനൽ ഉള്ളത് പാർലമെൻറ്റ് മ്യൂസിയത്തിലാണ്. जो आज़ादी के बाद लिखा गया था और ये जो ओरिजिनल है वो हैंड रिटन था और वो पार्लियामेंट के म्यूज़ियम में है. दिस इज़ द रेप्लिका. और अगर आप हर पेज के नीचे में यहाँ पे देखेंगे तो एक साइन है विच इज़ साइंड बाय द ओरिजिनल पर्सन हु एक्चुअली रोट इट. तो जिन्होंने लिखा था उन्होंने कुछ चार्ज नहीं किया था कॉन्स्टिट्यूशन लिखते समय. उन्होंने बोला था मेरी बस एक शर्त है कि दैट आई विल पुट माई नेम ऑन ईच पेज. सो इफ़ यू सी देयर इज़ हिज नेम ऑन ईच पेज. और जिन्होंने डिज़ाइन किया है आर्ट का इज ऑन देम. देयर आर 14 पीपल फ्रॉम शांति निकेतन. एंड जो आर्ट आप देख रहे हैं यहाँ पर ये सारे आर्ट इसमें प्रेजेंट. तो अगर आप खोल के देखेंगे तो सब जगह आर्ट है चैप्टर में और जो आर्टिस्ट है उनके सिग्नेचर उसके नीचे है. सो द पर्सन हु कैलीग्राफ्ड इट इज़ हियर, द पर्सन हु डिज़ाइंड इट इज़ हियर. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബുക്കുകളുടെ പേജുകളെല്ലാം കുറച്ചു നേരം മറച്ചു നോക്കി. 200-ലധികം പേജുകളുണ്ട് ഈ ബുക്കിന്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഈ കാണുന്നത്. അത്രയും മനോഹരമായ എഴുത്ത്. ഇന്ത്യൻ കാലിഗ്രഫറായ പ്രേം ബിഹാരി നരൈൻ റേസാദിൻ്റെ എഴുത്താണിത്. നേരത്തെ കാണിച്ചു തന്ന 2 സൈനിൽ ഒന്നിൽ പ്രേം എന്നു കാണാം, അത് ഇദ്ദേഹത്തിൻ്റെയാണ്. രണ്ടാമത് കാണിച്ചു തന്ന സൈൻ ഓരോ പാർട്ടിലെയും ചിത്രങ്ങൾ വരച്ച ആളുടേതാണ്. ഇവിടെ കാണാം നിങ്ങൾക്ക് പ്രേം എന്നുള്ളത് മുകളിലായിട്ട്. താഴെയുള്ളത് VS മസോജിയാണ്. പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ ലങ്കയിൽ നിന്ന് മടങ്ങുന്ന ചിത്രമാണ് വരച്ചിട്ടുള്ളത്. ജമുനയാണ് വരച്ചിട്ടുള്ളത്. ചിത്രങ്ങളെല്ലാം നന്ദലാൽ ബോസ് ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് വരച്ചിട്ടുള്ളത്. हमारे पास 222 लोग या 228 लोग हैं जिन्होंने लिखा है कॉन्स्टिट्यूशन मिलके कलेक्टिवली ओवर द मोर देन 2 years 3 months के टाइम फ्रेम में. तो ये सब उनके सिग्नेचर है. ओरिजिनल पीपल हु हैव एक्चुअली रिटन द कॉन्स्टिट्यूशन जो इन्होंने फ्रेम किया है इसको. और आप देखेंगे काफ़ी सारे लोगों के सिग्नेचर है और ये सब उनके ओरिजिनल सिग्नेचर है. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരുടെ സിഗ്നേച്ചറുകളാണിത്. ഈ കാണുന്നത് വേറൊരു ബുക്കാണ്. ഓരോ പാർട്ടിലും വരച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു ബുക്ക്. ജനുവരിയിലോ ഫെബ്രുവരിയിലോ നിങ്ങൾ ഡൽഹി കാണാൻ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ബുക്ക് ഫെയർ കാണാൻ ശ്രമിക്കണം. 7:30 ആയപ്പോഴേക്കും സ്റ്റാളുകൾ അടച്ചു തുടങ്ങി. 8 മണിക്ക് ക്ലോസ് ചെയ്യും. കൾച്ചറൽ പ്രോഗ്രാമും ഈ ഒരു ഫെയറിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ നേരം വൈകിയതിനാൽ ഈ ഒരു ഷോ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. എക്സിബിഷൻ ഉണ്ട് അപ്പുറത്ത്, എന്നാൽ അതെല്ലാം അടച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അതിവിപുലമായൊരു ഫുഡ് കോർട്ട് കൂടി ഒരുക്കിയിട്ടുണ്ട്. വിശേഷങ്ങൾ തീരുന്നില്ല. ഫോളോ ചെയ്യാൻ മറക്കരുത്. ഡൽഹി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.